ഞാൻ 2003 ജനിച്ചത്. 2005 ഫാദർ അബ്രഹാം പള്ളിവാതിക്കൽ, നമ്മുടെ ജീസസ് യൂത്തിൻ്റെ സ്ഥാപന അച്ഛൻ കുവൈറ്റിൽ വന്ന് എൻ്റെ പേരൻസ് കാണാൻ പോയി. അങ്ങനെയാണ് ഇവർ ജീസസ് യൂത്തിലൂടെ വന്നത്. കാരണം അവരെ ഓൾറെഡി എൻ്റെ കാര്യം ഓർത്തിട്ട് ഇത്തിരി ഡൗൺ ആയിരുന്നു. അപ്പം അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്ത് അവർ ജീസസ് യൂത്തിലേക്ക് വന്നു. പിന്നെ അങ്ങോട്ട് ജീവിതം മൊത്തം ജയവയിലായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫ് മൊത്തം ജയവയാന്ന് വേണമെങ്കിൽ പറയാം. ജയവയാണ് പിന്നെ എന്നെ പഠിപ്പിച്ചത്. അതെ അതെ അതെ, ജീസസ് യൂത്ത് കാരണമാണ് ഒത്തിരി ഫ്രണ്ട്സ്, അതായത് ടീൻസ് മിനിസ്ട്രി, ഏഞ്ചൽസ് ആർമി, യൂത്ത് മിനിസ്ട്രി, അങ്ങനെ ഒത്തിരി വളർച്ചയ്ക്കനുസരിച്ച് ഓരോ മിനിസ്ട്രികളിലേക്ക് കയറി. അതെ അതെ. പിന്നെ എൻ്റെ പേരൻസും ജീസസ് യൂത്തിന് നല്ല ആക്റ്റീവ് ആയിരുന്നു കുവൈറ്റിൽ. ഇനി ഇവിടെ വന്നപ്പോഴും ആക്റ്റീവായി വരുന്നു. ഓക്കെ, ഞാനിപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല. സത്യത്തിൽ ജീസസ് യൂത്തിൽ ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ കോളേജിലാണെങ്കിലും ഏതൊരു കൂട്ടായ്മയിലായാലും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബെനീറ്റയ്ക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. ബെനീറ്റ ഈശോയിൽ നിന്ന് കുറേ സ്വീകരിച്ചു പലതും അല്ലേ. പലതും എനിക്കത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ മേലെ കർത്താവ് വെച്ച് തരുവാണ് ആയിരുന്നു അല്ലേ. അപ്പൊ ബെനീറ്റ എങ്ങനെയാണ് ഇന്ന് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? ചെറിയ ചെറിയ രീതിയിൽ, അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എങ്ങനെ ചിലവർ ചോദിക്കും എങ്ങനെ ഇങ്ങനെ സന്തോഷത്തിലിരിക്കുന്നത്, അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ ഫാമിലിയും ഞാനും ഈശോയുടെ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്, ഞാൻ ഈശോയിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇത്ര ഹാപ്പി ആവുന്നത്. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾ ഭയങ്കര എപ്പോഴും വിഷമിച്ച് ഭയങ്കര ഡിപ്രഷൻ അടിച്ച് ഇരിക്കുക, അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരാളല്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും തോന്നണമെങ്കിൽ അത് കർത്താവ് വേറെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ. എനിക്ക് ആൾക്കാർ എന്നെ കാണുമ്പോൾ സർപ്രൈസ് ആവാറുണ്ട്. സിസ്റ്റർ തന്നെ എന്നെ ആദ്യം കണ്ടപ്പം ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ചോദിക്കാനുള്ളത് പോപ്പ് ഫ്രാൻസിസ് ആയിട്ടുള്ള കണ്ടുമുട്ടൽ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലോ പോപ്പ് ഫ്രാൻസിസിനെ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചെറുതിലേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ട്രാവലിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിംഗ്. സാധാരണ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ അങ്ങനെ പോസിബിൾ ആവത്തില്ല ട്രാവലിംഗ് പറഞ്ഞാൽ, എന്നെ പോലെ ഒരു ആളെ കൊണ്ട്. പക്ഷേ ഒരു റിസ്ക് എടുത്തെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞങ്ങൾക്ക് ജീസസ് യൂത്ത് ഒരു കൂട്ടായ്മയിൽ ഒരു നാട്ടിൽ നിന്നൊരു അങ്കിൾ വന്നപ്പോൾ പ്രാർത്ഥിച്ചു. ഇവിടെ ആരോ വേൾഡ് യൂത്തിലേക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളാൻ മെസ്സേജ് വന്നു അങ്കിളുടെ. അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ വേൾഡ് യൂത്ത് ഡേ എന്താണെന്നോ അതൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി, എന്താണേലും എൻ്റെ പേരൻസ് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പം 2016 പോളണ്ടിൽ വെച്ചിട്ട് വേൾഡ് യൂത്ത് ഡേ നടന്നു. വേൾഡ് യൂത്ത് ഡേ പറഞ്ഞാൽ ലോകം മൊത്തമുള്ള യുവജനങ്ങൾ വന്നിട്ട് ഒരു സെലിബ്രേഷനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, പോകാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അതിന് ജീസസ് യൂത്തിലൂടെ തന്നെയാണ് ഞങ്ങൾ പോയത്, ജീസസ് യൂത്ത് കുവൈറ്റ് ടീമിലൂടെ. പിന്നെ പോളണ്ടിൽ പോയി. അവിടെ ഒരു 7 ദിവസത്തെ പരിപാടി വേൾഡ് യൂത്ത് ഡേ. അത് കഴിഞ്ഞ് ജീസസ് യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന പിൽഗ്രിമേജ്, ഇറ്റലിയും ഫ്രാൻസുമായിട്ടുള്ള പിൽഗ്രിമേജ്. ഇറ്റലിയിൽ പോയപ്പം റോമിൽ പോകാൻ പറ്റി. റോമിൽ അന്ന് വെനസ്ഡേ അസംബ്ലി ഉണ്ടല്ലോ പോപ്പ് ഫ്രാൻസിസിൻ്റെ, അത് നടക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്, ഔട്ട്ഡോഴ്സിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു അയ്യോ കാണാൻ പറ്റില്ലായിരിക്കും, പോപ്പ് മോളിൽ നിന്നിട്ടല്ലേ വർത്താനം പറയാം, നമ്മുടെ ഇങ്ങോട്ടൊന്നും വരില്ലായിരിക്കും, അങ്ങനെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് എന്തോ ഭാഗ്യത്തിന് വേൾഡ് യൂത്ത് ഡേ കഴിഞ്ഞ് പിറ്റേ വെനസ്ഡേ ആയതുകൊണ്ട് ആൾ കുറവായിരുന്നു. അപ്പോൾ ഈ പരിപാടി മൊത്തം ഒരു ഹാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഹാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ വളരെ അടുത്തായിരുന്നു, വളരെ കുറച്ച് ഓഡിയൻസേ ഉള്ളൂ. പോപ്പ് ഫ്രാൻസിസും വളരെ നമ്മുടെ അടുത്ത് നിന്നാണ് വർത്താനം പറയുന്നത്. റൈറ്റ് സൈഡിൽ വീൽ ചെയർ പീപ്പിളും ലെഫ്റ്റ് സൈഡിൽ കുറച്ച് VIP ആൾക്കാരും. പോപ്പ് ഫ്രാൻസിസിൻ്റെ പ്രസംഗവും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളോട് മിണ്ടുകയും ഞങ്ങൾക്ക് ഓരോരോ കൊന്ത തരികയും ബ്ലെസ്സിങ് തരികയും ഒക്കെ ചെയ്തു. അതിലും വലിയൊരു അനുഗ്രഹം ഉണ്ടായത് ഈ വേൾഡ് യൂത്ത് ഡേക്ക് പോകാൻ ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ അപ്പ പറഞ്ഞു നമുക്ക് നമ്മുടെ 2 അമ്മച്ചിമാരെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അത് എന്ത് ധൈര്യമാണ് അവർക്കുണ്ടായതെന്ന് എനിക്കിതുവരെ അറിഞ്ഞുകൂടാ. ഒരു വീൽ ചെയർ ആളും 2 അമ്മമാരും 2 ചെറിയ പിള്ളേരും ഒക്കെ ആയിട്ട്. പക്ഷേ ഇവരെ കൊണ്ട് അമ്മച്ചിക്ക്, എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഒരു വീൽ ചെയർ സെറ്റാക്കി, ഒരു വീൽ ചെയർ ഒരാൾ, അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ കയറിയ കൂട്ടത്തിൽ എൻ്റെ അമ്മ കയറി, അമ്മച്ചി കയറിയ കൂട്ടത്തിൽ എൻ്റെ മറ്റേ അമ്മച്ചി വലിയമ്മച്ചി കയറി.
എന്നിട്ട് എൻ്റെ അനിയത്തി നന്നായി വരയ്ക്കും. അപ്പോൾ അവള് പോപ്പ് ഫ്രാൻസിസിന്റെ ഒരു പടം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഗാർഡ് കണ്ടു. ഗാർഡ് അപ്പോൾ അവളെയും കയറ്റി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പോപ്പ് ഫ്രാൻസിസിനെ നേരിട്ട് കാണാനും തൊടാനും ഒക്കെ സംഭവിച്ചു. അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ, ഒരിക്കലും മറക്കൂല. സാധാരണക്കാർക്ക് കഴിയാത്ത കുറെ കാര്യങ്ങളാണ് കർത്താവ് ഇപ്പം ബെനീച്ചനെ കൊണ്ട് ചെയ്യിക്കുന്നതും കാണിച്ചു കൊടുത്തരുന്നതൊക്കെ അല്ലേ. ഒരുപാട് സന്തോഷമല്ലേ. ബെനീച്ച ഈശോനെ തിരിച്ചറിഞ്ഞ് ഓരോ മൊമെന്റിലും തിരിച്ചറിയായിരുന്നു. ജനിച്ചപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞു, പക്ഷെ കർത്താവ് വേറെ രീതിയിൽ ഉയർത്തുന്നു. ഒരു സ്കൂളിൽ നിന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുന്നു, അപ്പോൾ അതിലും വലുത് തരുന്നു അല്ലേ. വലുത് വലുത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഇപ്പം ബെനീച്ചയുടെ അടുത്ത് പലരും സംസാരിക്കാൻ വന്നിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർ ഷെയർ ചെയ്യുന്നു, ബുദ്ധിമുട്ടുള്ള പലരും വരുന്നുണ്ട്. ബെനീച്ചയുടെ ഉള്ളിൽ ബെനീച്ച അറിയാതെ തന്നെ ഈശോനെ കൊടുത്തു എന്ന് തോന്നിയ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ കൂട്ടുകാർക്ക്? ഏതെങ്കിലും പിന്നീട് തിരിച്ചറിയാണ് ആ കുട്ടിക്ക് അതെങ്ങനെ ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ഈശോയെ എങ്ങനെ ഞാൻ കൊടുത്തേന്ന് അങ്ങനെ. ശരിക്കും എനിക്ക് തോന്നുന്നുണ്ടായില്ല ഞാൻ ഈശോനെ കൊടുക്കുന്നുണ്ടോ, പക്ഷെ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുന്നു നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അങ്ങനെ തോന്നുമെന്ന്. കാരണം ജീസസ് യൂത്തിലാണെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ മുഖം കാണുമ്പോൾ എന്നോട് വന്ന് പറയാൻ തോന്നും. ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ ആൾക്കാർ വന്നും പറയാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്നോട് പറയാറുണ്ട് നിന്റെ ചിരി കാരണം ഭയങ്കര സന്തോഷം വരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒത്തിരി പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെനിക്ക് അറിയത്തില്ല അതെന്താണെന്ന്. പലപ്പോഴും നമ്മള് സാധാരണ ഓരോരുത്തരുണ്ടല്ലോ, നമ്മള് മുഴുവൻ എനർജിയിൽ ഓടി നടന്നാൽ തന്നെ പലപ്പോഴും ഈശോനെ അത് കൊടുക്കാൻ നമുക്ക് കഴിയാറില്ല. ഇവിടെ ഇരുന്ന് ഒരു ചിരി കൂടെ തന്നെ ഈശോനെ കൊടുക്കുന്നു, അവർക്ക് അവരുടെ വിഷമങ്ങൾ തിരിച്ച് പറയാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു ഗിഫ്റ്റാണല്ലേ. ബെനീച്ച ജീവിതത്തിൽ ഉടനീളം ഈശോയുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ നിലയിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സ്വന്തം പ്രാർത്ഥനയുടെ ജീവിതം എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ? എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പേഴ്സണൽ പ്രെയർ, ബൈബിൾ വായന, കൊന്ത ചെല്ലല്. അതിന് പുറമെ കുറേ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ നിയോഗങ്ങൾ, വേറെ എനിക്കറിയാത്ത ആൾക്കാരുടെ വരെ നിയോഗങ്ങൾ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ജീവിതത്തിന്റെ ഒരു ഭാഗമായി അല്ലേ. ഇവിടെ ഇരുന്നുകൊണ്ട് ഈശോനെ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവാണ് സന്തോഷത്തോടെ. നമ്മുടെ പ്രത്യേകിച്ച് യൂത്തിന്റെ ഒക്കെ ജീവിതത്തിലുണ്ടല്ലോ, ഒരു ചെറിയ പ്രശ്നം വന്നാൽ പരിഭവങ്ങളായി, പരാതികളായി, ഡിപ്രഷനായി. ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു വേർഡാണ് ഡിപ്രഷനായി എന്നൊക്കെ പറയുന്നത്. അവരെ നോക്കി കാണുമ്പോൾ ബെനീച്ചയുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് എന്ത് ആൻസറായിരിക്കും ഇങ്ങനെയുള്ള യുവജനങ്ങളോട് പറയാം? എന്നെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചതാണ്, എന്നിട്ടും ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ത് പൊട്ട കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഈശോ അത് നല്ലതിനായി മാറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ ഡിപ്രഷനും ഈ പ്രശ്നങ്ങളുടെ ഒന്നും അതിനുള്ള സ്ഥാനം അവിടെ ഇല്ല. കാരണം ദൈവം നമ്മളെ എന്താണെങ്കിലും നോക്കും, നമ്മളെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകും, എല്ലാം നല്ലതിനാക്കും എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ ഈ ഡിപ്രഷൻ്റെ ഒന്നും സ്ഥാനമേ അവിടെ വരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ ഈശോ ഒരുപാട് ബെനീച്ചനെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ബെനീച്ച അതിലെ സന്തോഷവതിയാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരും ബെനീച്ചയിലേക്ക് വരുന്നു, പ്രാർത്ഥനകൾ ചോദിക്കുന്നു, പലതും ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതുവഴി ഇനിയും ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് ആത്മാക്കളെ നേടാനായിട്ട് ബെനീറ്റയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.